ആ ഇട്ടിരിക്കുന്ന വീഡിയോയുടെ ഒരു ടൈറ്റിൽ ഇങ്ങനെയാണ്: ഹാപ്പിയസ്റ്റ് സൺഡേ, ഐ വിഷ് മൈ എനിമീസ് മണി ലീച്ചസ് ആൻഡ് നെഗറ്റീവ് പീപ്പിൾ വാച്ച് ദിസ് വീഡിയോ. ഐ ആം സെറ്റിൽ ആൻഡ് വെരി ഹാപ്പി, സോ ഫോക്കസ് ഓൺലി ടുവേർഡ്സ് യുവർ ഫാമിലി. ഗോഡ് ബ്ലസ് ഓൾ എന്ന് പറഞ്ഞിട്ട് ഈ ഒരു വീഡിയോ ആണ് ബാല ഇട്ടിരിക്കുന്നത്. അങ്ങനെ കുറെ കാലങ്ങൾക്ക് ശേഷം ആക്ടർ ബാലയും ഡോക്ടർ എലിസബത്തും സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവുന്നു. ഡോക്ടർ എലിസബത്തിന്റെ ഇപ്പോൾ അവസാനമായി സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന വീഡിയോ, ആശുപത്രി കിടക്കയിൽ മൂക്കിലൂടെ ട്യൂബൊക്കെ ഇട്ട് കിടന്ന് അവർ പറയുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങളിൽ ഭൂരിഭാഗം ആളുകളും ഓൾറെഡി കണ്ടു കഴിഞ്ഞതായിരിക്കും. എന്നാൽ അവരങ്ങനെ കിടക്കാനുള്ള കാരണക്കാരനായിട്ടുള്ള പാല എന്ത് പറഞ്ഞു അല്ലെങ്കിൽ എന്തോ എഴുതി വെച്ചു എന്നൊക്കെ എലിസബത്ത് പറയുന്നു. അതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴാണ് അവർക്ക് മെന്റലി അവർ ഡിപ്രഷനിലേക്ക് വീണ്ടും എത്തിയത്. അങ്ങനെ തന്നെയാണ് അവരുടെ പറച്ചിൽ നിന്ന് എനിക്ക് ഡോക്ടർ എലിസബത്തിന്റെ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് പ്രോപ്പറായിട്ട് മനസ്സിലായ ഒരു കാര്യമാണത്. അവർ കംപ്ലീറ്റ്ലി മെന്റലി അവർ ഡൗൺ ആണ്. ഇത് ഇവരുടെ വീഡിയോകൾ ഇടയ്ക്ക് ഒരു സീരീസ് പോലെ ഇവരുടെ വീഡിയോകൾ വരുന്നുണ്ടായിരുന്നു. അപ്പോഴൊക്കെ നമ്മൾ പറഞ്ഞിരുന്ന കാര്യമാണ്, മെന്റലി ആ സ്ത്രീ ഭയങ്കര ഡൗൺ ആണ്. ഇപ്പം കുറച്ചും കൂടെ അവർ താഴത്തേക്ക് പോയിരിക്കുകയാണ്. ഈ സ്റ്റേജിൽ അവർ എന്തും ചെയ്യാം എന്നൊരു പേടി എനിക്ക് സത്യം പറഞ്ഞാൽ ഉള്ളിലുണ്ട്. അവർ പറയുന്ന ഓരോ പോയിന്റും അത് നമ്മളെല്ലാവരും വളരെ ശ്രദ്ധയോടെ കേട്ട് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ നമ്മുടെ നിയമത്തിന്റെ തോൽവി അല്ലെങ്കിൽ നമ്മുടെ നിയമത്തിന് ഒന്നും ചെയ്യാൻ വെറും നിസ്സഹായമായിട്ടുള്ള ഒരു സ്ത്രീയായിട്ട് അവർ നമ്മുടെ നിയമത്തിന് മുമ്പിൽ നിൽക്കുകയാണ്. നമ്മുടെ നിയമം അവരുടെ മുമ്പിൽ കണ്ണടക്കുകയാണ്. പണം, പാലയുടെ 250 കോടി സ്വത്തും അവൻ്റെ പിടിപാടും അത് ആ സ്ത്രീക്ക് ഇവിടെ നീതി നിഷേധിക്കുന്നു. കുറെ കാലമായല്ലോ അവരുടെ കേസ്, ഒരു തീർപ്പും നമ്മളെങ്ങും കണ്ടില്ല. പക്ഷേ ഇപ്പോ പാല എന്ത് ചെയ്തിട്ടാണ് ഈ ആശുപത്രിയിൽ എലിസബത്ത് കിടക്കുന്നത് എന്നുള്ളൊരു ചോദ്യം ആദ്യം എൻ്റെ ഉള്ളിൽ വന്നു. അപ്പോൾ എലിസബത്ത് പറഞ്ഞ കുറച്ച് കാര്യങ്ങളിൽ നിന്ന് ഞാൻ നേരെ നമ്മുടെ പാലയുടെ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ പോയിട്ട് ഒന്ന് തപ്പി നോക്കിയപ്പോൾ 3 ദിവസങ്ങൾക്ക് മുമ്പ് പാല ഇട്ടിരിക്കുന്ന ഒരു വീഡിയോ ഉണ്ട്. ഞാൻ ഫസ്റ്റ് നിങ്ങൾക്ക് അതൊന്ന് കാണിച്ചു തരാം, എന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. ആ ഇട്ടിരിക്കുന്ന വീഡിയോയുടെ ഒരു ടൈറ്റിൽ ഇങ്ങനെയാണ്: ഹാപ്പിയസ്റ്റ് സൺഡേ, ഐ വിഷ് മൈ എനിമീസ് മണി ലീച്ചസ് ആൻഡ് നെഗറ്റീവ് പീപ്പിൾ വാച്ച് ദിസ് വീഡിയോ. ഐ ആം സെറ്റിൽ ആൻഡ് വെരി ഹാപ്പി, സോ ഫോക്കസ് ഓൺലി ടുവേർഡ്സ് യുവർ ഫാമിലി. ഗോഡ് ബ്ലസ് ഓൾ എന്ന് പറഞ്ഞിട്ട് ഈ ഒരു വീഡിയോ ആണ് പാല ഇട്ടിരിക്കുന്നത്. നിങ്ങൾ ആ വീഡിയോ കാണൂ. ഞാൻ അതിൻ്റെ കൂട്ടത്തിൽ ഒരു കാര്യം പറഞ്ഞോട്ടെ. ഈ എഴുതിയിട്ടതിനകത്ത് എങ്ങും ഡോക്ടർ എലിസബത്ത് എന്നുള്ളൊരു പേര് പാല എഴുതിയിട്ടില്ല. ഓക്കെ, നിങ്ങളെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് അത് പാല എഴുതിയിട്ടില്ല. പക്ഷെ ഈ മണി ലീച്ചസ് എന്നൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് അല്ലെങ്കിൽ നെഗറ്റീവ് പീപ്പിൾ എന്നൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് എന്തിനാണ് എലിസബത്ത് അത് സ്വന്തമായിട്ട് അങ്ങ് മേടിച്ചു വെച്ചാൽ അത് എന്നെയാണ് എന്ന് പറഞ്ഞ് ഈ ഡിപ്രഷനിലേക്ക് പോകുന്നത്? എന്തിനാണ് ഇയാളിടുന്ന ഈ സ്റ്റോറിയും പോസ്റ്റും ഒക്കെ ഇങ്ങനെ നോക്കാൻ പോകുന്നത് എലിസബത്ത്? അതാണ് എൻ്റെ ചോദ്യം നിങ്ങളോടുള്ള. നിങ്ങൾ എന്തിനത് നോക്കാൻ പോകുന്നു? ഞാൻ ഇപ്പോൾ കുറേ പേര് വരുമായിരിക്കും ഞാൻ എലിസബത്തിനെ കുറ്റം പറയാന്ന് പറഞ്ഞു. ഞാൻ ഒരിക്കലും എലിസബത്തിനെ കുറ്റം പറയുകയല്ല. പക്ഷേ നമ്മൾ ഓരോ കാര്യങ്ങളും ചകഞ്ഞെടുത്ത് നോക്കണമല്ലോ. ഇല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് അവർക്ക് നല്ല ഒരു കാര്യം നമ്മൾ പറഞ്ഞു കൊടുക്കണമല്ലോ. അവർ ഈ പോയി ഈ പാല എന്ന് പറയുന്നവൻ്റെ ഈ ഫേസ്ബുക്കിൽ ഇടുന്ന പോസ്റ്റും ഇൻസ്റ്റയിലെ പോസ്റ്റും ഒന്നും നോക്കേണ്ട കാര്യമില്ല സത്യം പറഞ്ഞാൽ. പക്ഷെ അവരത് ചെയ്യുന്നു. അപ്പൊ പാല എന്തെഴുതിയിട്ടാലും അതിനകത്തൊരു ചെറിയ എവിടെയെങ്കിലും ഒരു നെഗറ്റീവ് ഒരു സാധനം ഉണ്ടെങ്കിൽ അത് ഉറപ്പായിട്ടും എലിസബത്ത് നിങ്ങളെ ബാധിക്കും. ഒന്നാമത് നിങ്ങൾ മെന്റലി സ്ട്രെസ്ഡും ഡിപ്രസ്ഡും ഒക്കെയാണ്. അപ്പൊ എന്ത് കണ്ടാലും ഇപ്പൊ ഇതിനകത്ത് നിങ്ങളുടെ പേരൊന്നും എഴുതി വെച്ചിട്ടില്ല. പക്ഷെ ഇത് കണ്ടപ്പോഴത്തേക്ക് ഇതിനെ എലിസബത്ത് ആ ആശുപത്രി കിടക്കയിൽ കിടന്ന് പോയിന്റ് ഔട്ട് ചെയ്യുന്ന ഒരു കാര്യം, ഈ എഴുതിയിട്ടിരിക്കുന്ന ഈ ലീച്ചസ് എന്നൊക്കെ പറയുന്ന സാധനം ഉണ്ടല്ലോ, അത് അവർക്ക് ഭയങ്കരമായിട്ട് കൊണ്ടു. എന്തിനിത്ര കൊള്ളുന്നു നിങ്ങൾ? എന്തിന് വീണ്ടും വീണ്ടും നിങ്ങളുടെ ശരീരമാണ് പോകുന്നത്? പാല കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അഹമ്മദാബാദിലെ ആ ഒരു ഫ്ലൈറ്റ് ആക്സിഡന്റ് ടൈമിൽ പാല എഴുതിയിട്ടൊരു പോസ്റ്റ് ഉണ്ട് ഇൻസ്റ്റയിൽ. ഷോക്കിംഗ് ന്യൂസ്, അഹമ്മദാബാദ് പ്ലെയിൻ ക്രാഷ്, ഹൗ ക്യാൻ വി ഈവൻ കൺസോൾ അവർ സെൽഫ്, മൈ ഡീപ്പസ്റ്റ് കണ്ടോൾസൻസ്, ഡോക്ടർ എലിസബത്ത്, മേ പ്രേയേഴ്സ് ഓൾവേസ് വിത്ത് യു, ബി സേഫ്, സി ഗോഡ് ബ്ലസ് ബാല കോകില. ഇങ്ങനെ പറഞ്ഞിട്ടാണ് ബാല ഇൻസ്റ്റഗ്രാമിൽ എഴുതിയിട്ടിരിക്കുന്നത്. ഇതൊക്കെ കണ്ടിട്ട് എനിക്ക് അത്ര വലിയ മോശമായിട്ടൊന്നും അയാൾ എന്തെങ്കിലും ഉദ്ദേശിച്ചെഴുതിയ പോലെ എനിക്ക് തോന്നിയില്ല കേട്ടോ പേഴ്സണലി. പിന്നെ ഇപ്പം ഞാൻ നേരത്തെ നിങ്ങളെ മുമ്പ് കാണിച്ച ആ ഒരു വീഡിയോ, അതിൽ നിന്നൊക്കെ പുള്ളിയുടെ ജീവിതം നല്ല രീതിയിൽ ആഘോഷിച്ച് ജീവിക്കുന്നു എന്ന് പുള്ളി സോഷ്യൽ മീഡിയ വരെ അറിയിക്കുന്നു. ചിലപ്പോൾ അയാൾക്കൊരു ഉദ്ദേശം കാണുമായിരിക്കും, എലിസബത്തും പിന്നെ മുൻ ഭാര്യയുമൊക്കെ ഇത് കാണണം, ഞാൻ സന്തോഷത്തോടാണ് ജീവിക്കുന്നത് എന്ന് അവരെയും കൂടെ കാണിക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഈ സാധനം ഇട്ടിരിക്കുന്നത്. കാണുക, വിട്ട് കളയുക.
അതല്ലാതെ എന്തിനാണ് എലിസബത്ത് നിങ്ങളിതൊക്കെ ഭയങ്കര പേഴ്സണലായിട്ട് എടുത്ത് നിങ്ങളെ അഫക്റ്റ് ചെയ്യുന്നു. ഈ എലിസബത്ത് ഇത് മാത്രമല്ല കേട്ടോ പറയുന്നത്. എലിസബത്ത് വേറെ കുറെ, ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് നമ്മുടെ ഇവിടുത്തെ നീതിന്യായ വ്യവസ്ഥ അവർക്ക് കൊടുക്കേണ്ട നീതി പ്രോപ്പറായിട്ട് കൊടുക്കുന്നില്ല. അതിനെപ്പറ്റി അവർ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് അവർ പറയുന്നത് കേട്ടിട്ട് നമുക്ക് അതിനെപ്പറ്റി സംസാരിക്കാം. ഞാൻ ഇവർ ഈ ഡിപ്രഷനിലേക്ക് പോകുന്നതിന്റെ ഒരു കാരണം ഈ പാലയുടെ ഈ പോസ്റ്റുകളും എഴുതിയിടുന്ന സാധനങ്ങളും ഒക്കെയാണ്. അത് കാണണ്ട എന്നാണ് ഞാൻ പറയുന്നത് എലിസബത്തിനോട്. പിന്നെ പ്രത്യേകിച്ച് നിങ്ങളുടെ പേരും എഴുതുന്നില്ല. പിന്നെ നിങ്ങൾ ഇതൊക്കെ കാണാൻ വന്നു കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് നിങ്ങളെ അത് ബാധിക്കും. അത് കാണാതിരിക്കുക. അയാളുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട്, അയാളുടെ ഫേസ്ബുക്ക് അക്കൗണ്ട്, അയാൾ നിങ്ങളുടെ പേര് എങ്ങും മെൻഷൻ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ അയാൾ ഇങ്ങനെ എഴുതിയിടുന്നതിനകത്ത് നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. ഇവിടുത്തെ നീതി ഒന്നും ചെയ്യില്ല, ഇവിടുത്തെ പോലീസുകാരൊന്നും ചെയ്യില്ല. നിങ്ങളപ്പം നോക്കാതിരിക്കുക. അതാണ് ഏറ്റവും വലിയ ഒരു നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നുന്നത്. ഇനി ഡോക്ടർ എലിസബത്ത് പറയുന്ന വളരെ വാലിഡ് ആയിട്ടുള്ള കുറച്ച് പോയിന്റ്സ് ഉണ്ട്. 8 മിനിറ്റുള്ള വീഡിയോ ആണ്. അതിനകത്ത് ഞാൻ ഏകദേശം ഒരു 2-3 മിനിറ്റ് നിങ്ങളെ കാണിക്കുകയുള്ളൂ. കാരണം വളരെ വാലിഡ് ആയിട്ടുള്ള കുറച്ച് പോയിന്റ്സ് അവർ പറയുന്നത് മാത്രം. എന്നിട്ട് ഞാൻ ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ടില്ല. ആക്ച്വലി എനിക്ക് പല കാര്യങ്ങളും സഹിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ലാസ്റ്റ് B, O, C എന്നൊക്കെ പറഞ്ഞിട്ടിട്ട് ടേക്ക് കെയർ ഓഫ് യുവർ ഫാമിലി, മണി സക്കിങ് ലീച്ചസ്, ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പല ത്രെറ്റനിങ് വീഡിയോകളും പലതും. ഈ ത്രെറ്റനിങ് വീഡിയോ ഒന്നും ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ഞാൻ തപ്പി, എലിസബത്ത് ഈ പറഞ്ഞ സാധനം ഞാൻ പോയി തപ്പിയപ്പോൾ എനിക്കൊന്നും കാണാൻ സാധിച്ചില്ല. പിന്നെ ഈ മണി ലീച്ചസ്, ഇതൊക്കെ എന്തിന് ശ്രദ്ധിക്കാൻ പോകുന്നു എലിസബത്ത്? നിങ്ങൾ അതൊക്കെ പോയി നോക്കുന്നതുകൊണ്ടല്ലേ നിങ്ങൾ കംപ്ലീറ്റ്ലി ഈ ഡിപ്രഷനിലേക്ക് പോയി ഈ ഒരു അവസ്ഥയിലെത്തി കിടക്കുന്നത്. എന്തിന്? അവൻ ഒരു പേര് പോലും നിങ്ങളുടെ ആരുടെയും പറയുന്നില്ല. അപ്പോൾ ഒരിക്കലും ഇവിടുത്തെ പോലീസുകാർക്ക് പോലും അവനെതിരെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് അവനെ അവോയ്ഡ് ചെയ്ത് വിടാന്നേ ഉള്ളൂ. അത് ചെയ്യുക. ബാക്കി കാര്യങ്ങൾ കേൾക്കാം. അവരുടെ കൗണ്ടർ കേസുകൾ, ഒരു ഈവൻ കല്യാണം തന്നെ നടന്നിട്ടില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഫങ്ഷൻ തന്നെ നടന്നിട്ടില്ല, എല്ലാം വലിയ ഇമാജിനേഷനാണെന്ന് പറഞ്ഞു. പിന്നെ ആൾക്കാരുടെ മുന്നിൽ വെച്ചിട്ട് വൈഫാണെന്നും ഇൻ്റർവ്യൂകളും പിന്നെ സ്റ്റേജ് ഷോകളൊക്കെ എന്തിനാണോ നടത്തിയതെന്ന് എനിക്കറിയില്ല. സ്റ്റേജ് ഷോകളും അതൊക്കെ വിടൂ. ഈ കല്യാണം കഴിച്ചില്ല എന്ന് ഇവനൊക്കെ ഇത് പറയുമ്പോഴത്തേക്ക് ഇവിടുത്തെ പോലീസുകാർക്ക്, ഈ കേസ് അന്വേഷിക്കുന്നവർക്ക്, ഇല്ലെങ്കിൽ ഈ എലിസബത്തിൻ്റെ വക്കീലിന് ഈ ന്യൂസ് ചാനലുകളിൽ അല്ലെങ്കിൽ മെയിൻ സ്ട്രീം ചാനലുകളിലോ എനിക്ക് തോന്നുന്നു ഏതൊക്കെ ഓൺലൈൻ മീഡിയകളിലോ ഒക്കെ ഈ പാവത്തിനെ കൊണ്ടിരുത്തി ഈ പാലാന്ന് പറയുന്നവൻ ഭാര്യയാണെന്നും പറഞ്ഞ് കുറേ കാട്ടായം കാണിച്ചിട്ടുണ്ട്. അതൊക്കെ എടുത്ത് വെച്ചൊന്ന് കാണിച്ചാൽ പോരെ? എന്തുകൊണ്ടാണ് അതൊന്നും പറ്റാത്തത്? എനിക്കറിയില്ല സത്യം പറഞ്ഞാൽ. ഇവൻ്റെ മുമ്പിൽ കോടതി പോലും തോറ്റു നിൽക്കുകയാണ്. ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. കഷ്ടം. ഇവിടുത്തെ നീതിന്യായ വ്യവസ്ഥയോട് പുച്ഛം തോന്നുന്നു ഇവരുടെ ഈ ഒരു കേസ് വരുമ്പോഴത്തേക്ക്. സീരിയസ്ലി. ഇല്ലെങ്കിൽ എന്തുകൊണ്ട് ഇവർക്ക് നീതി കിട്ടുന്നില്ല? എന്തുകൊണ്ട്? ബാക്കി ഞാനിപ്പോൾ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ, മരിക്കുകയാണെങ്കിൽ അതിന് പൂർണ്ണ ഉത്തരവാദിത്വം ആ പുള്ളി തന്നെയാണ്. ഞാൻ ചീഫ് മിനിസ്റ്ററിന് കംപ്ലൈൻറ്റ് കൊടുത്തു, പോലീസിൻ്റെ കംപ്ലൈൻറ്റുകൾ അക്സെപ്റ്റ് ചെയ്യണില്ല എന്ന് പറഞ്ഞിട്ട്. പക്ഷെ ആരും എൻ്റെ കംപ്ലൈൻറ്റ് മോളിന്ന് താഴത്തേക്ക് കുന്നംകുളം DYSP ഓഫീസിലെത്തി. ഒരു തവണ വീട്ടിൽ വന്നിട്ട് അന്വേഷിച്ചു. പിന്നെ അതിൻ്റെ റിസൾട്ട് അറിയില്ല. കോർട്ടിൽ കേസ് നടക്കുന്നുണ്ട്. കുറേ തവണ വക്കീലും പ്രസൻ്റ് ആയില്ല, ഇയാളും പ്രസൻ്റ് ആയില്ല. ഇപ്പോൾ ലാസ്റ്റ് പ്രസൻറ്റ് ചെയ്തിട്ട് കൗണ്ടർ പ്രസൻറ്റ് ചെയ്ത് ആകെ ലോയർ മാത്രമേ പ്രസൻറ്റ് ചെയ്തത്. അതും കൗണ്ടർ നിങ്ങൾ വായിക്കേണ്ടതാണ്. അതിൽ തീരെ പുള്ളിക്ക് കാശില്ലാത്ത ഒരാളൊക്കെ ആയിട്ടാണ് അതിൻ്റെ ഉള്ളിൽ എഴുതി വെച്ചോട്. തീരെ കാശില്ലാത്ത ആളായിട്ടാണ് എഴുതി വെച്ചിരിക്കുന്നത്. ഇവൻ തന്നെ പലയിടത്തും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് 250 കോടി സ്വത്ത്. എന്നിട്ട് കോടതിയിലേക്ക് എത്തുമ്പോഴത്തേക്ക്, കേസ് എത്തുമ്പോഴത്തേക്ക് അവൻ്റെ കയ്യിലൊന്നും ഇല്ലാന്നാക്കി. എങ്ങനെ പറ്റുന്നു? ഇതിനൊന്നും ഒപ്പോസ് ചെയ്യാനായിട്ട് ഈ എലിസബത്തിൻ്റെ ഒരു വക്കീലിന് പറ്റുന്നില്ല. എനിക്കതാ ചോദിക്കാനുള്ളത്. അയാൾക്ക് ഇതൊന്നും പറ്റുന്നില്ലേ?
ഇയാൾ തന്നെ പല ഇന്റർവ്യൂകളിലും കയറിയിരിക്കുന്ന പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളും ഒന്ന് എടുത്താൽ പോരെ, ഡീറ്റെയിൽ തെളിവുകൾ എടുത്താൽ പോരെ. ഇവന്റെ വായിൽ നിന്ന് തന്നെ വീണത്, ഓഡിയോ ക്ലിപ്പൊന്നുമല്ല, വിഷ്വൽ, അതെടുത്താൽ പോരെ ഇവനെ അകത്ത് പൂട്ടാനായിട്ട്, ഇവനെ പൂട്ടി അകത്തിടാനായിട്ട്. പക്ഷെ എന്തുകൊണ്ട് അതിനൊന്നും പറ്റുന്നില്ല? അതാ ഒരു സ്ത്രീ ഇവരുടെ ഭാഗത്ത്, ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇവരുടെ ഭാഗത്തും ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ഇവരെ അങ്ങ് പുണ്യവതി ആക്കുന്നില്ല. അതിന്റെ മെയിൻ കാരണം ഇതാണ്, ഇവർ മെന്റലി ഇവർ തന്നെ ഉണ്ടാക്കുന്ന, ഇവർ എന്തിനാണ് അവന്റെ ഈ പോസ്റ്റും മാങ്ങയൊക്കെ പോയി നോക്കി ചിന്തിച്ചു കൂട്ടി ഇങ്ങനെ വീണ് കിടക്കുന്നത്? അതിന് പറ്റുമെങ്കിൽ എലിസബത്തിന്റെ കുടുംബം തന്നെ മുന്നിട്ടിറങ്ങണം. എലിസബത്തിനെ കുറച്ച് നല്ലൊരു കൗൺസിലിംഗ് ഒക്കെ ആ സ്ത്രീക്ക് ആവശ്യമാണ്. ഇവനെ മറക്കാൻ വേണ്ടി, ഇവന്റെ ഈ പുറകെ പോയി ഓരോന്നും നോക്കാതിരിക്കാൻ വേണ്ടി. കേസിന്റെ വഴിയെ പോട്ടെ, അതിന് പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഓപ്പോസിറ്റ് നിൽക്കുന്നത് നല്ല പണവും നല്ല പിടിപാടുമുള്ള ഒരുത്തനാണ്. ഇവിടുത്തെ എല്ലാവരും കണ്ണടയ്ക്കും. അത് എനിക്ക് അങ്ങനെ തന്നെയാണ് തോന്നുന്നത്. പക്ഷെ അവരുടെ മരണമൊഴി പോലെ അവർ പറഞ്ഞു വെക്കുന്നുണ്ട്, എന്തു പറ്റിയാലും അതിന് ഉത്തരവാദി അവനും അവൻ്റെ കുടുംബമാണെന്ന്. ഇത്രയൊക്കെ അവർ പറഞ്ഞിട്ടും ഒന്നും പറ്റാതിരിക്കട്ടെ, അവർക്ക് ഒന്നും പറ്റാതിരിക്കട്ടെ, ദൈവം അവരുടെ കൂടെ ഉണ്ടാവട്ടെ. പക്ഷെ എന്തെങ്കിലും പറ്റിപ്പോയാൽ പോലും ഞാനൊരു കാര്യം പറയട്ടെ, ഒരുത്തനും അവനെ ഒരു ദിവസം പോലും ഇവിടെ ജയിലിനകത്ത് ഇടത്തില്ല, ഉറപ്പാ. ഇല്ലെങ്കിൽ ഇത്രയായിട്ട് അവൻ നല്ല പുട്ടുപോലെ അവൻ കായൽക്കാറ്റും കൊണ്ട് അവിടെ ഇരിക്കുക. എന്തെങ്കിലും ഞാൻ എൻ്റെ അഭിപ്രായങ്ങളാണ് ഈ പറഞ്ഞത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ പറയുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പ്രിയപ്പെട്ടവരെ ഒന്ന് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക. അടുത്ത വീഡിയോയ്ക്കായി സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വിയേർഡ്.